ഒരു ശ്മശാന ഭൂമിയിലേക്ക് ഒരുവന്റെ ഡെഡ് ബോഡി എടുത്തുകൊണ്ടുപോയി അവന്റെ വേണ്ടിയുള്ള സംസ്കാര ശുശ്രൂഷയുടെ കർമ്മങ്ങൾ എല്ലാം അവസാനിച്ച് അവന്റെ ബോഡി അടങ്ങിയ പെട്ടി ആ കുഴിയിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ആ പെട്ടിയുടെ മൂടി ഒന്ന് ചലിച്ചു. ആ മൂടി തുറക്കുവാൻ തയ്യാറായപ്പോൾ അതിനകത്തൊരു ജീവനുള്ള മനുഷ്യന്റെ ശരീരമാണ് കണ്ടത്. അവന്റെ കണ്ണുകൾ തുറന്നവൻ പറഞ്ഞു, ഞാൻ മരിച്ചിട്ടില്ല, നിങ്ങൾ എന്നെ എഴുന്നേൽപ്പിച്ചു വിടൂ, എൻ്റെ കാലിൻ്റെ കൈയുടെ കെട്ടുകൾ അഴിച്ചു തരൂ എന്ന് പറഞ്ഞു. അവിടെ കൂടിയിരുന്ന ചില ആളുകൾ വിളിച്ചു പറഞ്ഞു, ഇല്ല, നീ മരിച്ചവനാണ്, നിനക്ക് വേണ്ടിയുള്ള അവസാന ശുശ്രൂഷകളും കർമ്മങ്ങളും ഞങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, നീ മരിച്ചവനാണ്. ആര് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു. പിന്നെ ആര് പറഞ്ഞു? ഞങ്ങളുടെ പുരോഹിതന്മാർ പറഞ്ഞു, ഈ നിൽക്കുന്ന ജനം പറഞ്ഞു, നീ മരിച്ചവനാണ്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണമേ പ്രിയപ്പെട്ടവരെ. അവരുടെ ദൈവദൃശ്യ മുൻവിധികൾ കൊണ്ട് അവർക്ക് സ്വന്തം കണ്ണിനെയും കാതിനെയും അതിനുവേണ്ടി കടം കൊടുത്തത് കൊണ്ട് യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുവാൻ അവരുടെ കണ്ണുകൾക്ക് കഴിഞ്ഞില്ല. എന്താ യാഥാർത്ഥ്യം? മരിച്ചവൻ പെട്ടിക്കകത്ത് എഴുന്നേറ്റ് നിന്നിട്ടും അവരുടെ കണ്ണുകൾക്ക് അത് വിശ്വസിക്കാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. കാരണം എന്തെന്നറിയാമോ? അതിനു മുമ്പ് പറഞ്ഞ വാക്കുകൾ അവരുടെ കാതിലിരുന്ന് അവർ കേട്ടതും അവർ അറിഞ്ഞതുമായ ചില കാര്യങ്ങൾ മുൻവിധിയായിട്ട് കണ്ടതുകൊണ്ട് പ്രത്യക്ഷമായി വെളിപ്പെട്ട യാഥാർത്ഥ്യത്തെ അവർക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ജീവൻ വ്യാപരിക്കുമ്പോൾ, ഒരു ശക്തി വ്യാപരിക്കുമ്പോൾ, ഒരു സാന്നിധ്യം വ്യാപരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ സ്ഥിതികൾ മാറും. ഒരുപക്ഷെ ഇന്നത്തെ മുൻവിധികൾ കൊണ്ട് ആമീൻ പറയുന്ന മനുഷ്യർക്ക് അത് തിരിച്ചറിയാൻ കഴിയുന്നു വരത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് വേണ്ടിയാണ് ചില രോഗങ്ങൾ, അത് ചില കഷ്ടങ്ങൾ, ചില പ്രയാസങ്ങൾ, ചില അടക്കപ്പെടലുകൾ, ചില ആക്ഷേപങ്ങൾ, ചില അപമാനങ്ങൾ. പക്ഷേ യാഥാർത്ഥ്യം വെളിപ്പെടുമ്പോൾ ദൈവത്തിന്റെ മഹത്വം അവിടെ സംഭവിച്ചിരിക്കും. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ പറ, ദൈവപ്രവൃത്തി എൻ്റെ മേൽ വെളിപ്പെടേണ്ടതിന് വേണ്ടി മാത്രമാണ് എന്ന്.